നമ്മുടെ ആമുഖ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സമയമായത്. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകയായ ആൻസിമോൾ ജോസഫ്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒറേട്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്, ഒരു ബാലനായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ. നമുക്കെല്ലാവർക്കും അറിയാം. ഡൊമിനിക് സാവിയോ മരിച്ചതിന് ശേഷം ഒരിക്കൽ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നിട്ട് ഡോൺ ബോസ്കോയുടെ സ്വർഗത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോൺ ബോസ്കോ വളരെ തിടുക്കത്തിൽ ഡൊമിനിക് സാവിയോയോട് ഇങ്ങനെ ചോദിച്ചു, കുഞ്ഞെ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷെ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കുവാൻ വളരെ തിടുക്കമുണ്ട്. അത് നിന്നെ സ്വർഗത്തിൽ എത്തിച്ചത്, യേശുവിൻ്റെ സ്വന്തമാകുവാൻ നിന്നെ ഏറ്റവും അധികം സഹായിച്ചത് എന്താണ് കുഞ്ഞെ? എനിക്ക് അതൊന്ന് അറിയുവാൻ വളരെ തിടുക്കമുണ്ട്. നിന്റെ പുണ്യപ്രവൃത്തികളാണോ? നിന്റെ ത്യാഗമാണോ? ഉപവാസമാണോ? എന്താണ്? അപ്പോൾ സാവിയോ വളരെ ശാന്തനായി ഡോൺ ബോസ്കോയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിശുദ്ധൻ പറയുകയാണ്, ഇതൊക്കെ എന്നെ സഹായിച്ചു. പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും ത്യാഗങ്ങളും ഉപവാസവുമെല്ലാം സ്വർഗപ്രവേശത്തിന്, യേശുവിൻ്റെ സ്വന്തമായി തീരുവാൻ എന്നെ സഹായിച്ചു. പക്ഷേ എന്നെ ഏറ്റവും അധികം സഹായിച്ചത് പരിശുദ്ധ ദൈവമാതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയാണ് സ്വർഗപ്രവേശത്തിന്, യേശുവിടെ സ്വന്തമായി തീരുവാൻ എന്നെ ഏറ്റവും അധികം സഹായിച്ചത്. സഹോദരങ്ങളെ, നമ്മളും ഈശോയുടെ സ്വന്തമായി തീരുവാനും സ്വർഗത്തെ സ്വപ്നം കൊണ്ട് ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈശോയുടെ സ്വന്തമായി തീരാൻ, സ്വർഗത്തിൽ ഒരു തടസ്സവും കൂടാതെ വളരെ വേഗതയിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ഒന്ന് ചോദിക്കാം. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് ആരാധിച്ചൊക്കെ മടുത്തോ? ഇല്ലെങ്കിൽ നമുക്ക് മാതാവിനെ വിളിച്ചപേക്ഷിക്കാനൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? കണ്ണുകളൊന്ന് അടച്ച്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമ്മൾ ജപമാല അർപ്പിച്ചാണ് തുടങ്ങിയത്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ ചേർന്ന് നിൽപ്പുണ്ട്. അമ്മയെ ഒന്ന് കണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് കൊടുക്കാം. മാതാവേ, വിശുദ്ധ ഡൊമിനിക് സാവിയോയെ പോലെ, അതുപോലെ മറ്റു വിശുദ്ധാത്മാക്കളെ പോലെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തരുന്നു. മാതാവേ, ഈശോയുടെ സ്വന്തമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. അങ്ങനെ വിശുദ്ധാത്മാക്കളായി സ്വർഗത്തിൽ ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾ മരിക്കുന്ന അതേ നിമിഷം തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലായിരിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ആ അമ്മയുടെ കണ്ണുകളിലേക്ക് നമ്മുടെ ആന്തരിക നേത്രങ്ങളൊന്ന് തുറന്നു നോക്കിക്കൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നമ്മളെ മുഴുവനും കൊടുത്തുകൊണ്ട് എല്ലാ വിശുദ്ധരോടും എല്ലാ ക്രൈസ്തവരോടും സാർവത്രിക സഭയോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ നാമം നമുക്ക് ഒന്ന് ഉച്ചസ്വരത്തിൽ പ്രകീർത്തിക്കാം. ചേർന്ന്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, വിശുദ്ധ യൗസപിതാവേ, സകല വിശുദ്ധന്മാരെ, മലാഖമാരെ, ഇരിക്കാം. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ, മറ്റാരുടെയുമല്ല, യേശുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തിനാണ് നമ്മൾ ഈ യേശുവിൻ്റെ സ്വന്തമാകുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം.
നമുക്ക് ആരുടെയെങ്കിലും ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ സ്വന്തമായ പോരെ? എന്തിനാ യേശുവിൻ്റെ സ്വന്തമായി തീരുന്നത്? അതിനുള്ള ഉത്തരം ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോ പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഈശോ സുവ്യക്തമായി പറയുകയാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. അവൻ ഫലം പുറപ്പെടുവിക്കുമെന്നല്ല പറയുന്നത്, മറിച്ച് ഏറെ ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ സ്വന്തമായി ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ഫലം പുറപ്പെടുവിച്ച് സാധാരണക്കാരായി വെറുതെ അങ്ങ് ജീവിച്ചു പോകേണ്ടവരല്ല എന്നുള്ളതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, അല്ലെങ്കിൽ നമ്മുടെ വിളിയുടെ ലക്ഷ്യം. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ സ്വന്തമായി തീർന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആശയങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ ഒക്കെ സ്വന്തമായി തീർന്ന് അതിനുവേണ്ടി ജീവിതം അർപ്പിച്ച് വെറുതെ ജീവിച്ച് തീർക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്ന് ഏറെ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞും ഏറെ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു 15-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ആരെന്നിൽ വസിക്കുന്നുവോ ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. മാതാപിതാക്കൾക്ക് 5ഓ 8ഓ ഒക്കെ മക്കൾ ഉണ്ടെങ്കിൽ ഒരു 5 പേര് ഈ മാതാപിതാക്കളുടെ ഇഷ്ടവും ആഗ്രഹവും ഒക്കെ അനുസരിച്ച് നല്ല മക്കളായി ജീവിക്കുകയും ബാക്കി ഒരു 3 പേര് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്താൽ ഈ മാതാപിതാക്കൾ അവരുടെ സ്വത്തും അതുപോലെ അവരുടെ കരുതലുമൊക്കെ കൂടുതൽ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഈ 5 മക്കൾക്കായിരിക്കും, അല്ലേ? സ്വാഭാവികമായിട്ടും ഭൗതിക ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ. മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നുള്ള അല്ല, മറിച്ച് കൊടുക്കും. എങ്കിലും തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിത്തീരുന്ന, അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കുക. സഹോദരങ്ങളെ, ഇത് വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേവാലയ മുറ്റത്ത് വികാരി അച്ഛനോടും കൊച്ചച്ഛനോടും ചേർന്ന് കാൽപന്ത് ഉരുട്ടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുബാലൻ. ദേവാലയമായിരുന്നു അവൻ വീടിനേക്കാളും കൂടുതൽ അവന് സ്വീകാര്യവും അവൻ വളർന്നു വന്നതും അവൻ ഇടപഴകിയതുമെല്ലാം ഈ ദേവാലയത്തിനും ദേവാലയമുറ്റത്തും വൈദികരോടും ഒപ്പമായിരുന്നു. അവൻ്റെ വലിയൊരാഗ്രഹം ഇവൻ്റെ ഇടവക എന്ന് 4 പേർ അറിയുന്നതാക്കണം. അവനിങ്ങനെ ഈ ഫുട്ബോൾ കളിച്ച് വൈദികരുടെ കൂടെ അതുപോലെ സുഹൃത്തുക്കളുടെ കൂടെ ഫുട്ബോൾ കളിച്ച് നല്ലൊരു ഫുട്ബോളറൊക്കെയായി. ശേഷം ഇവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഇടവകയെ 4 പേരെന്ന് അറിയണം, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഇടവകയെ ഒന്ന് ഉയർത്തപ്പെടണം, ഒന്ന് മഹത്വപ്പെടുത്തണം. അങ്ങനെ മാത്രം ആഗ്രഹിച്ചിരുന്ന ഈ ബാലൻ, പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായൊരു കാര്യമുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്, അവൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. അതായത് നമ്മൾ ആദ്യം കേട്ട വചനം റോമ 1:6 പറയുന്ന യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയും, ഞാൻ എൻ്റെ ഈശോയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3:12 പൗലോസ്ലീഹ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ബാലൻ അവൻ കൂടെ പറയുമായിരുന്നു. അഭിമാനത്തോടു കൂടി പൗലോസ്ലീഹയുടെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അവൻ പറയും, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. ഓരോ കളികളിലും ഇവൻ വിജയിക്കുമ്പോൾ, ഇവൻ്റെ ഇടവക വിജയിക്കുമ്പോൾ ഈ മഹത്വമെല്ലാം ഇവൻ യേശുവിന് കൊടുക്കും, ഈശോയ്ക്ക് കൊടുക്കും. അവൻ പറയും, ഇത് ഞാനല്ല, ഈ വിജയമെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ ഈശോയാണ്, അതുകൊണ്ട് മഹത്വം മുഴുവനും എൻ്റെ കർത്താവിനുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, പിന്നീട് ഇവൻ കളിച്ചു ഇവൻ്റെ ഇടവകയുടെ പ്രതിനിധിയായി മാത്രം കളിക്കണമെന്ന് ആഗ്രഹിച്ച ഈ കൊച്ചുബാലൻ വളർന്നു വന്ന്
നമുക്കറിയാം, കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ തോന്നുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും ഇതാരാണെന്ന്. ഫിഫ വേൾഡ് കപ്പിൽ കിരീടമണിയുമ്പോൾ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഫുട്ബോളർ, ബ്രസീലിയൻ ഫുട്ബോളർ അല്ലേ, കാക്ക എന്നറിയപ്പെടുന്ന റിക്കാർഡോ അല്ലേ, കേട്ടിട്ടില്ലേ? അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഇദ്ദേഹം ആഗ്രഹിച്ചത് ഒന്നേയുള്ളൂ, എനിക്ക് എൻ്റെ ഇടവകയിൽ പ്രതിനിധീകരിച്ച ഇടവകയെ 4 പേരറിയണം. പക്ഷേ ഇവനെ ഉയർത്തിയത് ലോകത്തിൻ്റെ മധ്യത്തിലാണ്, ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് ക്രിസ്തു ഉയർത്തിപ്പിടിച്ചത്. കാരണം ഇവൻ സദാസമയം ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നു. താൻ ആരെ സ്നേഹിക്കുന്നുവോ, തന്നെ ആര് സ്വന്തമാക്കിയിരിക്കുന്നുവോ അവനെ അവൻ ലോകമധ്യത്തിൽ എപ്പോഴും ഉയർത്തിയിരുന്നു. മഹത്വം മുഴുവനും യേശുവിന് അവൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ ദൈവം, ആ യേശു ക്രിസ്തു ഇവനെ അനേക ഫലം പുറപ്പെടുവിക്കുന്നവനാക്കി മാറ്റി. ലോകമധ്യത്തിൽ ഉയർത്തിപ്പിടിച്ച് ആ ലോകത്തിൻ്റെ നെറുകയിൽ ഉയർത്തി നിർത്തുവാൻ അത്രമേൽ ദൈവം ഈ മകനെ സ്നേഹിച്ചു, ഈ റിക്കാർഡോയെ സ്നേഹിച്ചു. ദൈവം ഉയർത്തി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ഇതുപോലെ ക്രിസ്തുവിന് ഭരമേൽപ്പിക്കപ്പെട്ടവാൽ ക്രിസ്തു നമ്മെ സ്വന്തമാക്കി എന്നുള്ളത് ശരിയാ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3:12 വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത് പോലെ തന്നെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാൻ സാധിക്കും, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ സംശയം ഇതാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. നമ്മൾ ആരായിരുന്നാലും, ക്രൈസ്തവനാണേലും കത്തോലിക്കനാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും, ദൈവം സൃഷ്ടിച്ച ഏതൊരു വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന് തൻ്റെ മക്കളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ സ്വന്തമാകുവാൻ വേണ്ടിയിട്ടാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 അടുത്ത വചനം 7-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരുമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്ക് വലതുകരമൊന്ന് ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് നമ്മൾ? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകുവാൻ, ഒപ്പം ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും എല്ലാറ്റിനും ഉപരി വിശുദ്ധരുമായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയ സഹോദരങ്ങളെ, ലെല്ലിസ് എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകനുമായിരുന്നു. യുദ്ധം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ ഇദ്ദേഹത്തിന് മാരകമായൊരു പരുക്ക് ഇദ്ദേഹത്തിൻ്റെ കാലിന് സംഭവിക്കുകയുണ്ടായി. യുദ്ധപ്രിയനായിരുന്നെങ്കിലും ഈ മുറിവ് കാരണം പിന്നെ ഇദ്ദേഹത്തിന് യുദ്ധത്തിലൊന്നും പങ്കെടുക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ മുറിവ് വീണ്ടും അഴിച്ച് വെച്ചുകെട്ടി ഇങ്ങനെ നടക്കുക. പക്ഷേ ഇത് ഉണങ്ങുന്നേയില്ല. ഒരു കാരണവശാലും ഒരുപാട് മരുന്നെടുത്തു, പക്ഷേ ഇത് ഉണങ്ങുന്നില്ല, കരിയുന്നില്ല. ഇദ്ദേഹം ഈ മുറിവ് വെച്ച് നടക്കുകയാണ്. അങ്ങനെ നിവൃത്തികെട്ട് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്, എന്തായാലും യുദ്ധത്തിനൊന്നും പോകാൻ പറ്റില്ല, എന്നാൽ ജീവിതം ദൈവത്തിൻ്റെ വഴികളിലേക്ക് അങ്ങ് തിരിച്ചേക്കാം. അങ്ങനെ ഈ മനുഷ്യൻ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേരുകയാണ്. അവിടെ ചേർന്നിട്ട് പക്ഷെ ഒരു വലിയ പ്രശ്നം, ഇദ്ദേഹത്തിൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല, സഹസന്യാസിമാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ലെല്ലിസിൻ്റെ സ്വഭാവം വളരെ തങ്കപ്പെട്ട സ്വഭാവമാണ്, ആരുമായിട്ടും ഒത്തുപോകില്ല. എപ്പോഴാണ് ചൂടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏത് കാര്യത്തിനായി ഇവൻ മറ്റുള്ളവരോട് കയർക്കുക എന്ന് നമുക്ക് നിഗമനിക്കാനേ പറ്റില്ല. അങ്ങനെ വളരെ നല്ലൊരു സ്വഭാവമായതുകൊണ്ട് ഒരു തരത്തിലും സഹസന്യാസിമാർക്കോ സുപ്പീരിയേഴ്സിനോ ഈ യുവാവുമായിട്ട്, ഈ സന്യാസിയുമായിട്ട് ചേർന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ഈ മനുഷ്യനെ തള്ളിക്കളഞ്ഞു. പരാതി പറഞ്ഞു സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് പറ്റില്ല ഇയാളുടെ കൂടെ ജീവിക്കാൻ, ഇയാളെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ സകലരാലും വെറുക്കപ്പെട്ട് ആർക്കും സ്വീകാര്യനല്ലാതെ ഈ മനുഷ്യൻ, ഈ ലെല്ലിസ്, ആ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ നിന്നും പുറത്തു പോവുകയാണ്. അങ്ങനെ പോയി ഇയാൾ എത്തിച്ചേരുന്നത് ഒരു ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ അറ്റൻഡറായി രോഗികളെ സഹായിക്കാൻ ഏറ്റവും താഴ്ന്ന രീതിയിൽ എന്തിനും തയ്യാറാവുകയാണ് ഈ സൈനികൻ. അങ്ങനെ ജീവിച്ച് ഇദ്ദേഹം തൻ്റെ സ്വഭാവത്തോട് മല്ലിടുകയാണ്. തൻ്റെ സ്വഭാവത്തോട് മല്ലിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാവരാലും തള്ളപ്പെട്ട് കഴിഞ്ഞതിൻ്റെ നൊമ്പരവുമായി ദൈവത്തിലേക്ക് തിരിഞ്ഞ് എന്നെ സുഖപ്പെടുത്തണമേ, എൻ്റെ മുറിവ് സുഖപ്പെടുത്തണമേ എന്നല്ല ഇയാൾ പ്രാർത്ഥിച്ചത്. മറിച്ച് എൻ്റെ സ്വഭാവം, എൻ്റെ കോപിഷ്ടപ്രകാരമായ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് മാറ്റം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വയം യുദ്ധം ചെയ്ത് പരിഹാര പ്രവൃത്തികൾ ചെയ്ത്
ഈ മനുഷ്യൻ വളരെ ശാന്തനായി വരിക. ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നതാണ്, ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ വരെ ആയിത്തീരുവാൻ മാത്രം കർത്താവ് ഈ മനുഷ്യനെ മാറ്റി. എന്നിട്ട് ഇദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹവാസനമാകുവാൻ, യേശുക്രിസ്തുവിനെ സ്വന്തമാകുവാൻ വിളിക്കപ്പെട്ടവനാ. അതുകൊണ്ടാണ് എൻ്റെ ഈ കോപിഷ്ടമായ സ്വഭാവവും എൻ്റെ കാലിലെ ഉണങ്ങാത്ത മുറിവും എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റിയത്. എനിക്കിതൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഫ്രാൻസിസ്കൻ സഭയിൽ നിന്ന് എന്നെ ഒരു തള്ളിക്കളയുമായിരുന്നില്ല. നമുക്കറിയാം ഈ വ്യക്തി ആരാണ്. ഇദ്ദേഹമാണ് മഹാനായ വിശുദ്ധനായ വിശുദ്ധ കമിലസ്. വിശുദ്ധ കമിലസിൻ്റെ ചരിത്രമാണിത് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം നമുക്കറിയാം ഒരു സഭാസ്ഥാപകനാണ്, ലോകം കണ്ട വലിയൊരു വിശുദ്ധനാണ്. അതുപോലെ റെഡ് ക്രോസ് സംഘടനയുടെ തുടക്കക്കാരനും യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ കമിലസാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഉണങ്ങാത്ത മുറിവ് മൂലവും കോപിഷ്ടമായ സ്വഭാവവും മൂലം ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ നിന്ന് പോലും തള്ളിക്കളയേണ്ടതായിരുന്നു. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും തള്ളിക്കളയുമ്പോഴും നിരാശപ്പെട്ട് നമ്മൾ മാറിപ്പോകുമ്പോൾ ദൈവത്തിന് അവിടെ വലിയൊരു പദ്ധതിയുണ്ട്. മറ്റുള്ളവരിലേക്ക് നമ്മൾ തിരിയേണ്ടവരല്ല. സുഹൃത്തുക്കളിലേക്കോ സഹപ്രവർത്തകരിലേക്കോ കുടുംബാംഗങ്ങളിലേക്കോ സഹോദരങ്ങളിലേക്കോ ആശ്രയിക്ക് ചാഞ്ഞു പോകേണ്ടവരല്ല, മറിച്ച് ദൈവത്തിലേക്ക് ചായേണ്ടവരാണ്. യേശുവിൻ്റെ സ്വന്തമായി തീരേണ്ടവരാണ്. ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു എന്ന് ഇദ്ദേഹം പിന്നീട് പറയുക. സങ്കീർത്തനങ്ങൾ 27:4 അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, എൻ്റെ കർത്താവേ, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, എനിക്കൊന്നു മാത്രം മതി, അവിടുത്തെ മാധുര്യം ആസ്വദിക്കാൻ, അവിടുത്തെ ആലയത്തിൽ ചിരകാലം വസിക്കാൻ. അതുമാത്രമേ ഞാൻ തേടുന്നുള്ളൂ കർത്താവേ. സങ്കീർത്തകനോട് ചേർന്ന് ഈ മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാ. ആ പ്രാർത്ഥന അദ്ദേഹത്തിന് ദൈവം യാഥാർത്ഥ്യമാക്കി കൊടുത്തു. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ചരിത്രവും ഇതുപോലെന്നാ. നമ്മൾക്കറിയാം, അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു. ഈ അൽഫോൻസ് ലിഗോരി ജയിക്കാത്ത ഒറ്റ കേസുകൾ പോലുമില്ല. വളരെ പ്രഗത്ഭൻ, പ്രമുഖൻ, അറിയപ്പെടുന്നവൻ. പക്ഷേ 8ാമത്തെ കേസ് വാദിച്ചപ്പോൾ പ്രമാദമായൊരു കേസായിരുന്നു. അമ്പെ പരാജയപ്പെട്ടു പോയി. വലിയ നാണക്കേടായി. പിന്നീട് ഈ മനുഷ്യൻ തീരുമാനിക്കുകയാ, ഇനി ഞാൻ ഈ ഫീൽഡിലേക്കില്ല. അങ്ങനെ പിന്തിരിഞ്ഞ് ഒരു മുറിയുടെ മൂലയിൽ ശിരസ് കുമ്പിട്ടിരിക്കുന്ന അൽഫോൻസിനോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, അൽഫോൻസ്, നീ ലോകത്തെ വിട്ട് നിന്നെ എനിക്ക് തരിക. നീ ലോകത്തെ വിട്ട് നിന്നെ എനിക്ക് തരിക. ആ സ്വരം അൽഫോൻസ് സ്വീകരിക്കുകയാണ്. ദിവ്യരക്ഷക സഭ സ്ഥാപിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലോകം മുഴുവൻ കീർത്തനങ്ങൾ പാടിയ, അനേക ഗ്രന്ഥങ്ങൾ രചിച്ച വിശുദ്ധ അൽഫോൻസ് ലിഗോരിക്കും ഇങ്ങനെയൊരു പിന്തിരിഞ്ഞ നടപ്പിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ജോലിയിൽ സംഭവിച്ച ഒരു പരാജയമാണ്. ജോലിയിലും ജീവിത മേഖലകളിലും പരാജയപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരാൻ, ജോലിയുടെ സ്വന്തമായി തീരാനല്ല, സുഹൃത്തുക്കളുടെ സ്വന്തമായി തീരാനല്ല. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലും സമാനമായ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം അറിയാം, ഒരു മാടമ്പിയായി ജീവിക്കുവാൻ തീരുമാനിച്ച് ആഗ്രഹിച്ച് കൊതിച്ച് നടന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായി, മാനസാന്തരമുണ്ടായി. നമ്മൾ വിചാരിക്കും ഈശോ അറിയാതെ നടക്കുന്ന, ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം അനുഭവങ്ങളെന്ന്. അല്ല, മാനസാന്തരപ്പെട്ട യേശുവിലേക്ക് തിരിഞ്ഞ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്കും ഇതുപോലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവാം. ഒരു ദിവസം ഈ വിശുദ്ധ ഫ്രാൻസിസ് ബ്രദർ ബെർണാഡിനെ കാണുവാനായിട്ട് യാത്ര ചെയ്യുകയാണ്. ഈ ബ്രദർ ബെർണാഡുമായിട്ട് ഫ്രാൻസിസിന് വലിയ അടുപ്പമാണുള്ളത്. ഈ ബെർണാഡിനെ കാണുമ്പോഴും ബെർണാഡിനോടൊപ്പം സംസാരിക്കുമ്പോഴും വിശുദ്ധന് വലിയ ആനന്ദമാണ്. അത് സ്വർഗീയ ആനന്ദം തന്നെയാണ്. ദൈവത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ദൈവികമായ ആനന്ദമാണ് വിശുദ്ധ ഫ്രാൻസിസിന് അന്നേരം ലഭിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ബെർണാഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഫ്രാൻസിസ് പലവട്ടം വിളിച്ചിട്ടും
ബെർണാർഡ് അറിയുന്നില്ല. കാരണം പ്രപഞ്ചത്തെ തന്നെ മറന്ന്, സ്വന്തം അസ്തിത്വത്തെ തന്നെ മറന്ന് ഈ ബെർണാർഡ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിൽ ലയിച്ച്. 1 വിളിച്ചു, 2 വിളിച്ചു, പലവട്ടം വിളിച്ചു. ബെർണാർഡ് അറിയുന്നില്ല. വേദനയോടുകൂടി വിശുദ്ധ ഫ്രാൻസിസ് തിരിച്ചു നടക്കുക. സങ്കടത്തോടുകൂടി വഴിയിൽ മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് ഈ മനുഷ്യൻ നിലവിളിച്ചു. അപ്പാ, ബെർണാർഡ് ബ്രദർ എന്താ എന്നോട് മിണ്ടാഞ്ഞേ? ഉടൻ കർത്താവ് ഫ്രാൻസിസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫ്രാൻസിസ്, സൃഷ്ടാവിനേക്കാൾ വലുതായി സൃഷ്ടിയെ നീ സ്നേഹിക്കുന്നുവോ? സൃഷ്ടാവിനെ മറന്ന് ദൈവം നൽകുന്ന സാന്നിധ്യവും ദൈവസ്നേഹത്തിൻ്റെ അനുഭവവും ഒരു സൃഷ്ടിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഫ്രാൻസിസ് അവിടെ സുള്ളിടുകയാണ്. എന്നിട്ട് മുട്ടുകൂത്തി നിന്നുകൊണ്ട് തൻ്റെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നേറ്റുചൊല്ലി, എൻ്റെ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. 3 സുവിശേഷകന്മാരും മത്തായി 22:27 ലൂക്ക 10:17 മർക്കോസ് 12:30 ഒരേപോലെ എഴുതി വച്ചിരിക്കുന്ന വചനം അദ്ദേഹം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാ. നമുക്കും അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഇടതുകരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തോട് നമുക്കൊന്ന് പറയാം, എൻ്റെ കർത്താവേ. ഏറ്റുപറയാം, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ പൂർണ്ണ ആത്മാവോടെ, എൻ്റെ പൂർണ്ണ മനസ്സോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കരങ്ങൾ താഴ്ത്താം. വിശുദ്ധ കൊച്ചു ത്രേസ്യായ്ക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. കൊച്ചു ത്രേസ്യായുടെ മൂത്ത സഹോദരി പൗളിൻ ചേച്ചിയാണ് കൊച്ചു ത്രേസ്യ മഠത്തിൽ നോവിസായിരിക്കുമ്പോൾ അവിടുത്തെ മദറായി, ആഗ്നസമ്മ എന്ന പേരിൽ മദറായിരുന്നത്. ഈ കൊച്ചു ത്രേസ്യയ്ക്ക് ആഗ്നസമ്മയോട് ഭയങ്കര സ്നേഹം. എപ്പോഴും ആഗ്നസമ്മയുടെ അടുത്ത് പോയിരിക്കണം, ആഗ്നസമ്മയോട് സംസാരിക്കണം. അതിലൊക്കെ വലിയ ആനന്ദമാണ് കൊച്ചു ത്രേസ്യ അനുഭവിച്ചിരുന്നത്. ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ആഗ്നസമ്മയ്ക്ക് കാര്യം പിടുത്തം കിട്ടി. ആഗ്നസമ്മയ്ക്കും വലിയ കാര്യമാണ് കൊച്ചിനെ. കുഞ്ഞുനാളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ പൊടിയായിരുന്നു കൊച്ചുറാണി. സന്തോഷമുണ്ട് ഒന്നിച്ചായിരിക്കുമ്പോഴൊക്കെ. പക്ഷേ കൊച്ചുറാണിയെ നിരുത്സാഹപ്പെടുത്തി ഈ മദർ. നീ എൻ്റെ അടുക്കിലേക്ക് വരേണ്ടവളല്ല, ഈശോയുടെ സന്നിധിയിലാണ് സദാ നീ ആയിരിക്കേണ്ടത്. യേശുവിലാണ് നീ സദാ ആശ്രയിക്കേണ്ടത്. നീ യേശുവിന് സ്വന്തമാണ്. നിനക്കറിയില്ലേ യാക്കോബ് ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്? യാക്കോബ് 4:5 വചനം ഉച്ചരിച്ച് അഗ്നസമ്മ പറയുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. എങ്ങനെ? എങ്ങനെ? അസൂയയോടെ അഭിലഷിക്കുന്നു. വെറുതെയല്ല, ഒരുതരം കൊതിയോടുകൂടി, ഒരുതരം ആർത്തിയോടെ. വിശുദ്ധ ഫൗസ്റ്റീനോയോട് ഈശോ പറയുകയുണ്ടായി, നീ ഒരാളെ നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രമേൽ തീവ്രമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അത്രമേൽ തീവ്രമായി നമ്മൾ തിരിച്ചും സ്നേഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ആഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ സ്വന്തമാകുവാൻ, യേശുവിൻ്റെ സ്വന്തമാകുവാൻ. അവിടുന്ന് നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. എന്നിട്ട് കൊച്ചു ത്രേസ്യ സങ്കടത്തോടുകൂടി തൻ്റെ മുറിയിൽ, തൻ്റെ സെല്ലിൽ പോയിരുന്നിട്ട് സങ്കീർത്തനം 73:25 ഉറക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ അങ്ങല്ലാതെ എൻ്റെ ദൈവമേ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ
കാക്ഷിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയാലും അവിടെയൊക്കെയും യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും യേശുവിൻ്റെ സ്വന്തമാകുവാനും മാത്രം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുപോലെ നമ്മൾ ആരെയും സ്വന്തമാക്കി വെക്കുവാനും നമുക്ക് അർഹതയില്ല. ഈ ഭൂമിയിൽ ആരെയും നമുക്ക് പൊസസ് ചെയ്യുവാൻ, നമ്മുടേതാക്കി മാറ്റിവെക്കുവാൻ നമുക്ക് അർഹതയില്ല. ആരെങ്കിലും അങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അത് ഡൈവേർട്ട് ചെയ്ത് യേശുവിലേക്ക് തിരിച്ചുവിടുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ആഗ്നസമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. പൗളും ചേച്ചി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സുപ്പീരിയറിൻ്റെയോ മദറിൻ്റെയോ മിസ്ട്രസിൻ്റെയോ മേലധികാരിയുടെയോ ഒന്നും സ്വന്തമാക്കി വെക്കാനുള്ളതല്ല, സ്വന്തമാകാനുള്ളവരല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാനുള്ളവരാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ: മക്കൾ നോക്കുന്നില്ലേ? സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലേ? പരാജയങ്ങൾ തന്നെയാണോ? അവിടെയും കർത്താവിന് പറയാൻ ഇത്രയേ ഉള്ളൂ: നീ എന്നിലേക്ക് തിരിഞ്ഞു വാ. അൽഫോൻസ് ലിഗോരിയോട് പറഞ്ഞതുപോലെ, ലോകത്തെ വിട്ട് നിന്നെ എനിക്ക് തരിക, ലോകത്തെ വിട്ട് നിന്നെ എനിക്ക് തരിക. പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനെ സ്വന്തമാകുവാൻ, യേശുക്രിസ്തുവിനെ സ്വന്തമാകുവാൻ, അങ്ങനെ അനേക ഫലം, ഏറെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഒരു തീരുമാനമെടുക്കണ്ടേ? വെറുതെ ജീവിച്ചു പോയാൽ പോരാ, ആരുടെയെങ്കിലുമൊക്കെ സ്വന്തമായാൽ പോരാ, മറിച്ച് ഈ ഭൂമിയിലും സ്വർഗത്തിലും അനേക ഫലം പുറപ്പെടുവിക്കേണ്ടവരായി തീരേണ്ടവരാ. നമ്മുടെ ജീവിതം ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനെ സമർപ്പിക്കുവാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. തീരുമാനമെടുക്കാം. ഞാൻ യേശുവിൻ്റേതാണ്. സാധിക്കുമെങ്കിൽ നമ്മുടെ കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ സ്നേഹഭാഷണങ്ങളായി തീരുവാൻ, എല്ലാറ്റിനും ഉപരി വിശുദ്ധരായി തീരുവാൻ, സ്വർഗത്തിൽ അപ്പനോട്, നമ്മുടെ പ്രിയപ്പെട്ട ഈശോയോട്, പരിശുദ്ധാത്മാവിനോട്, പരിശുദ്ധ അമ്മയോട്, വിശുദ്ധന്മാരോട് ചേർന്ന് വസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും അതിൽ നമ്മുടെ ജീവിതങ്ങൾ ചേർത്ത് വയ്ക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് നമുക്കതിലേക്ക് കടന്നു വരാം. എന്നെ ഈശോ വിളിക്കുന്നു, എന്നെ ദൈവം വിളിക്കുന്നു തൻ്റെ സ്നേഹഭാചനമാകാൻ, തൻ്റെ സ്വന്തമായി തീരുവാൻ. ഇപ്പോൾ സ്നേഹിക്കുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പൂർണ്ണതയിൽ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാടിന്റെ പുസ്തകം 22:11 കർത്താവ് വ്യക്തമായി പറയുന്നു: നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. നീതി പ്രവർത്തിച്ചത് മതി എന്നല്ല, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധൻ വിശുദ്ധീകരിക്കപ്പെട്ടത് മതി എന്നല്ല. നമുക്ക് പറയാം, പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നവൻ ഇനിയും സ്നേഹിക്കട്ടെ. സ്നേഹിച്ച് മതിയായിട്ടില്ല, പൂർത്തിയായിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. സ്നേഹിച്ചാൽ മതിയാവുകയില്ല. എത്രയധികമായി ഈശോയെ സ്നേഹിക്കുന്നു അത്രയധികമായി നമുക്ക് യേശുവിൻ്റെതായി തീരാം. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം: ഇന്നു മുതൽ ഞാൻ യേശുക്രിസ്തുവിന്റെ സ്വന്തമാ, മറ്റാരുടെയുമല്ല, മറ്റൊന്നിൻ്റെയുമല്ല, എൻ്റെ യേശുവിൻ്റെതാണ്. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിരക്കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കൊടുക്കാം. യേശുവിനെ സ്വന്തമാകുവാൻ തീരുമാനമെടുത്തുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട്, വിശുദ്ധാത്മാക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക്, ഇതാ എന്നെ സ്വന്തമാക്കി യേശുവിൻ്റെതായി തീരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്വരമുയർത്തി, ഹൃദയമുയർത്തി കർത്താവിന് കൊടുത്തുകൊണ്ട്, നമ്മെ തന്നെ കൊടുത്തുകൊണ്ട്, ഒന്നിച്ച് സ്വർഗവാസികളോട് ചേർന്ന് നമുക്ക് കൊടുത്ത് ആരാധിക്കാം. ഹല്ലേലൂയ. സ്വരത്തെ ഒന്ന് വിട്ടുകൊടുക്കാം, സ്വരത്തെ കർത്താവിന് കൊടുക്കാം. നമുക്കുള്ളതെല്ലാം എൻ്റെ യേശുവിൻ്റെതാണ്, എനിക്കുള്ളതെല്ലാം എൻ്റെ കർത്താവിൻ്റെതാണ്. അവിടുന്ന് തരാത്തതായി എനിക്കൊന്നുമില്ല. അവിടുന്ന് എല്ലാം സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ അവൻ്റെതാണ്, ഞാൻ അവൻ്റെതാണ്, ഞാൻ യേശുവിൻ്റെതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ സ്വന്തമാകുവാൻ ചേർന്ന് പാടാം. ഉള്ളിലിന്നുറച്ചു ഞാനിതാ നൽകിടുന്നു തൃക്കരങ്ങളിൽ ബോധപൂർവം എന്നിലെ സമസ്തവും മുതാ
വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറപ്പോടുകൂടി കർത്താവിനൊരു വാക്ക് കൊടുക്കാം. ഈ നിമിഷങ്ങളിൽ ഉറച്ചു കർത്താവേ അങ്ങയുടെ സ്വന്തമാകാൻ ഉന്നിലെ സമസ്തവും ഞാൻ നിനക്ക് തരുന്നു. ഒരിക്കൽ കൂടി ആ ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിക്കാം. തീരുമാനിച്ചു കഴിഞ്ഞു കർത്താവേ, ഇനി ഞാൻ മറ്റാരുടെയുമല്ല, എന്റെ കർത്താവിൻ്റെതു മാത്രം. യേശുവിന്റെ സ്വന്തവും ദൈവത്തിന്റെ സ്നേഹഭാജനവും വിശുദ്ധയും വിശുദ്ധനുമാകുവാൻ ഉറപ്പിച്ചു കർത്താവേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം യേശുവിന്റെ സന്നിധിയിൽ ഉയർത്തി വലിയ സന്തോഷത്തോടെ നമുക്കൊന്ന് ഏറ്റുപറയാം. ഞാൻ യേശുവിൻ്റെതാണ്. ഉറപ്പോടെ ഞാൻ യേശുവിൻ്റെതാണ്. ഞാൻ യേശുവിൻ്റെതാണ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.